അത് അടിച്ചെടുക്കാനല്ലേ ഇവൻ എന്റെ സ്വത്തും എന്റെ സ്വർണ്ണമൊക്കെ എന്റെ സ്വത്ത് മോട്ടിക്കാനും എന്റെ സ്വർണ്ണം എല്ലാം തിരിച്ചു തരാതിരിക്കാനും അല്ലേ ഇവൻ പിടിച്ചോണ്ട് പോയത് തന്നെ. അമ്മേ? ആ ബിജുപി എന്ന് പറയുന്നവനല്ലേ അമ്മേ? ആ ഇവൻ ഏതോ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം. എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഇവനാണെങ്കിൽ എൻ്റെ സെൻ VXI കാറ് വെച്ച് പലപ്പോഴും ഇവൻ സ്ഥിരം ഇവൻ ഇതെടുക്കലായിരുന്നു ജോലി. ഇവൻ സ്ഥിരം ലോൺ എടുക്കലായിരുന്നു. ഏത് പെണ്ണുങ്ങൾക്ക് കൊടുക്കാനാണെന്ന് അറിയത്തില്ല. ആ എടുക്കും. ആ ഇവനിങ്ങനെ പണം വേണം. ഇവന് പണം വേണം. ഈ ബിജു എന്ന് പറയുന്നവന് പണത്തിന് വേണ്ടി ഇവൻ അങ്ങ് നടക്കുക. നമ്മളെ അങ്ങനെ ഏതോ പെണ്ണുങ്ങൾക്കൊക്കെ കൊടുക്കുക ഇവൻ്റെ ജോലി. ബിജുപി ഈ ക്രിമിനൽസ് എല്ലാം ഇവൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഇവൻ നമ്മളെ പിടിച്ചോണ്ട് പോകുന്നതും പിടിച്ചിടുന്നതും ഒക്കെ. എന്നിട്ട് നമ്മളെ എങ്ങനെങ്കിലും കൊന്നിട്ട് ഇതൊക്കെ എവിടെ വെച്ച് ആര് മരുന്ന് കഴിക്കും? ഡൽഹി വെച്ച് ഞാനങ്ങനെ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. എന്തോ മരുന്ന് ഞാൻ കഴിക്കുന്നത്? എൻ്റെ കയ്യിൽ എന്തുവാ മുക്കുമുൻ ഞാനും ഉണ്ട്. മുക്കുമുനും അറിയാം ഞങ്ങളൊന്നും ഒരു മരുന്ന് ഇവിടുന്ന് 2000 ഇവന്മാരെനിക്ക് നിർബന്ധിച്ച് തന്ന മരുന്നുകളാണ്. ആൾക്കാർ കണ്ടിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. ഇത് ആര് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്? നിങ്ങളുടെ പൾസ് റേറ്റ് ഒക്കെ കുറച്ച് നിങ്ങളെ കൊല്ലാനായി വരുന്നതെന്ന് പറഞ്ഞു. ആ കേട്ടോ, കൂടുതലൊന്നും എടുക്കല്ലേ കേട്ടോ. മരുന്ന് കഴിക്കുന്നു. ഡൽഹിയിലും ഡുൽഹിയിലും ഒക്കെ മാനമര്യാദയ്ക്ക് എൻ്റെ വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ എല്ലാം തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ബിജുപിയും ഇവനും അകത്ത് കിടക്കും. ഇവനെതിരെ ഞാൻ മാനനഷ്ടത്തിന് ഇവൻ കേസ് കൊടുക്കും ഞാൻ ഇവനെതിരെ കേട്ടോ. തോന്നിയാസം പറയുന്നതിന്. ഇവൻ ആരാ? ഇവൻ കണ്ട പെണ്ണുങ്ങളെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇവന് പറഞ്ഞതെല്ലാം. ഇവന് രോഗമാണ്. ഇവൻ എങ്ങനെയാ എനിക്ക് യൂട്യൂബ് ഉണ്ടെന്ന് അറിയുന്നത്? ഇവൻ എങ്ങനെയാ അമ്മ അറിയുന്നത്? അപ്പൊ ഇവൻ പല രീതിയിൽ എന്റെ പുറകിന് ഫോളോ ചെയ്യുന്നതിനുള്ളതിന്റെ വലിയ ഇതാണ്. ഇവൻ എന്നെ ഫോളോ ചെയ്യേണ്ട കാര്യം ഇവൻ ആരാ? ഇവൻ എന്നെ ഫോളോ ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഇവന്? ഇവൻ എന്ത് ഗൂഢ ഉദ്ദേശത്തിലാണ് എന്നെ ഫോളോ ചെയ്യുന്നത്? ഇവന്റെ യൂട്യൂബ് ഉണ്ടോ ഫേസ്ബുക്ക് ഉണ്ടോ ഒന്നും നമ്മൾ തിരക്കുന്നില്ല. ഇവൻ എൻ്റെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ അനധികൃതമായിട്ട് കാണാനും ഇതാക്കാനും ഇവൻ എന്തിനാണ് നടക്കുന്നത്? ഇവന്റെ കൂടെ ഉദ്ദേശം എന്തുവാ? ഇവൻ പല ഉദ്ദേശങ്ങളാണ് ഇവന്മാർക്ക്. ഇവൻ എന്നെ ബിജുപി എന്ന് പറയുന്നവന് കൊന്നേച്ച് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് നടക്കുകയായിരുന്നു. ഇവൻ എല്ലാം എടുത്തേച്ച് ആരെയൊക്കെ കൂടെ അങ്ങ് ഇവന് ഭയങ്കര പോഷായിട്ട് ജീവിക്കാമെന്നൊക്കെ വിചാരിച്ച് 146 സെൻറ്റ് സ്ഥലവും ഈ വീടും ഒക്കെ ഉണ്ട്. അത് കോടികൾ കിട്ടും. അപ്പം നമ്മളെ കൊന്നേച്ച് ഇവൻ ഞാനെന്നാ ചാവുന്നേന്നറിയാൻ നാഡീ ജ്യോതിഷത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയില്ലേ അമ്മേ? നാഡീ ജ്യോതിഷത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ. ഞാൻ ഇന്ന് ചാവുമെന്നറിയണം അവന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എങ്ങനെ എടുക്കാൻ പറ്റുന്നതെന്ന്. അങ്ങനെ ഭയങ്കര കള്ളനാണ് ഇവന്മാരെല്ലാം കൂടെ. അറിയാം. അതുപോലെ എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഈ ഡോക്ടേഴ്സൊക്കെ ഇല്ലേ, ഈ ഡോക്ടേഴ്സൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇവരാരും ഒരു ഡയഗ്നോസിസ് പോലും വെക്കാതെ ഒരു ഡോക്ടർ, ആ ഡോക്ടർ പിന്നെ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. മോളെ വന്നാൽ മതി, ഇവരെല്ലാം പറഞ്ഞ കഥകളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഇവർ കള്ളക്കഥകളെല്ലാം പറഞ്ഞത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്ന് ആ ഡോക്ടർ പറഞ്ഞു കേട്ടോ. അതുപോലെ എൻ്റെ അമ്മയെ അവിടെ ഏതോ ജോസ്കോയി വന്നിരിക്കണമെന്ന് പറഞ്ഞില്ലയോ? എന്നോട് പറഞ്ഞു നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഗൂണ്ടകളുള്ള ഹോസ്പിറ്റലിൽ ജോസ്കോയിൽ. എന്നിട്ട് ഇവൻ പതിയെ കൊണ്ടുപോയി നമ്മളെ അവിടെ കയറ്റി ഹോസ്പിറ്റലുകാർ വന്ന് ഏതോ മുറി കൊണ്ടുപോയി പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. എന്നിട്ട് ഏതാണ്ടല്ല ഇഞ്ചക്ഷനൊക്കെ തന്ന് ഇട്ടിട്ട് എൻ്റെ 18 ദിവസമാണ് നമ്മളെ മയക്കി ഇട്ടത്. ഇവന് ഇതാ ജോലി. ഇവന് ഇങ്ങനെ നമ്മുടെ സ്വത്തും മുതലും അടിക്കാൻ വേണ്ടിയും ഏതോ ജോബ് ലോസ് ഇൻഷുറൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല കാര്യങ്ങൾ, ഇതിനെല്ലാം തെളിവ് നമ്മുടെ കിടപ്പുണ്ട്. ഇവന് ഇതാ ജോലി. ഇവന് ഭയങ്കരമായിട്ട് എന്നിട്ട് നമ്മുടെ സ്വത്തല്ല ഇവന്മാരെല്ലാം കൂടെ കൂടി ഇവന് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവൻ ഭയങ്കര കള്ളനാണെന്ന്. ഇവനാണ് നമ്പർ 1 ക്രിമിനൽ. ഇവൻ ആരുമായിട്ട്? ജ്യോതി അങ്ങനെ ഈ ബിജുപിയും ജ്യോതിന്ന് കുറെ അവന്മാരും എല്ലാം ഇവനുമാരുമായിട്ടൊക്കെ ഭയങ്കര കയ്യാ. ഏതാമേ?
ആരുമായിട്ട് അടുപ്പമായി നമുക്കെന്താ, ഇവൻ നമ്മളെന്തെടുക്കാനാ? ഇവൻ ഇങ്ങനെ സൂക്കേടായിട്ട് നടക്കും. ഇപ്പോൾ ഒന്നും ഒക്കുന്നില്ല. ഇതിന് കള്ള കല്യാണങ്ങൾ ഉണ്ടാക്കുക, ഭയങ്കര അഭിനയമാണ് ഇവൻ. നമ്മുടെ ക്യാമറ പിന്നെ എന്തുവാ ക്യാമറ കൺട്രോൾ ചെയ്യുക, അങ്ങനെ പല പല വേലകളാണ് ഇവന്മാർ. ഓഫ് ചെയ്യുക. ഇവിടെ വല്ലവരും വരുന്നോ അമ്മേ? ഇവിടെ ഏതെങ്കിലും ആണുങ്ങൾ വരുന്നോ? ഞാനിവിടെ ഇരിക്കുമല്ലയോ, ഞാൻ എൻ്റെ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്ത് ഇവിടെ ഇരിക്കുമല്ലയോ? ഞാനിവിടെ ഒന്നും മുറ്റത്തോട്ട് പോലും ഇറങ്ങുന്നില്ല. ഞാൻ എൻ്റെ വീട്ടിനകത്ത് ഇരിക്കുന്നത്. തൂക്കാനോ അങ്ങനെയൊക്കെയുള്ള സമയത്തേ പോകുന്നുള്ളൂ. ഇവന്മാരുടെ കൂടെ വട്ടെടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുവല്ല. ഇവന്മാരും എല്ലാം അങ്ങ് വട്ടെടുത്ത് ഓടുക. ഒരു ദിവസം 250 പ്രാവശ്യമായി ഇങ്ങനെ വട്ടെടുത്ത് ഓടുന്നത് ഇതുങ്ങളെല്ലാം കൂടെ. നമ്മുടെ വീട്ടിനകത്തിരിക്കും അല്ലയോ അമ്മേ? ഒരു വട്ടുമില്ല നമുക്ക്. നമ്മളിവിടെ ഇരിക്കുക. ഇവന്മാർ ഗുളികയൊന്നും കഴിക്കാതെ തലയിലൊക്കെ തളം വെച്ച് മുടിയെല്ലാം പോയി നടക്കുക ഇങ്ങനെ.